ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 11. സംഗീത മരുന്ന്. ദാവീദ് കിന്നരമെടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. 1 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായം 23 വാക്യം. അമേരിക്കയിലെ നോർത്ത് ഡക്കോട്ടയിൽ ക്യാൻസർ ബാധിച്ച 5 വയസ്സുകാരി ബെല്ലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ചികിത്സയുടെ ഭാഗമായി അവൾക്ക് മ്യൂസിക് തെറാപ്പി ലഭിച്ചു. എന്തുകൊണ്ടെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും പല മാനസികാവസ്ഥയിലുള്ളവർക്കും സംഗീതത്തിന്റെ ശക്തമായ സ്വാധീനം ഗുണപ്രദമായി തീർന്നിട്ടുണ്ട് എന്ന് ക്ലിനിക്കൽ ഗവേഷകർ അടുത്തിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെല്ലയെ പോലുള്ള ക്യാൻസർ രോഗികൾക്കും പാർക്കിൻസൺസ് രോഗം, ഡെമൻഷ്യ, ട്രോമ എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്കും സംഗീതം ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നത് സാധാരണമാണ്. ശൗൽ രാജാവ് തനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ ഒരു സംഗീത തെറാപ്പിക്കായി ഒരുവനെ തിരഞ്ഞു. അവന്റെ പരിചാരകർ അവന്റെ സമാധാനമില്ലായ്മ കണ്ടു. അവനു വേണ്ടി കിന്നരം വായിക്കാൻ ആരെയെങ്കിലും കണ്ടെത്താമെന്ന് നിർദ്ദേശിച്ചു. അത് അവനെ സുഖമാക്കുമെന്ന പ്രതീക്ഷയിൽ അവർ ഇശായിയുടെ മകനായ ദാവീദിനെ വിളിപ്പിച്ചു. ശൗൽ അവനിൽ സന്തുഷ്ടനാകുകയും തന്റെ ശുശ്രൂഷയിൽ തുടരുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ദാവീദ് ശൗലിന്റെ അശാന്തിയുടെ നിമിഷങ്ങളിൽ ശൗലിനു വേണ്ടി കിന്നരം വായിച്ചു. അത് ശൗലിന്റെ അസ്വസ്ഥതയിൽ ശൗലിന് ആശ്വാസമരുളി. സംഗീതം നമ്മെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു. കാര്യങ്ങൾ ശാസ്ത്രീയമായി നാം കണ്ടെത്തുക മാത്രമായിരിക്കാം ചെയ്തിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെയും സംഗീതത്തിൻ്റെയും രചയിതാവും സൃഷ്ടാവും എന്ന നിലയിൽ നമ്മുടെ ആരോഗ്യത്തിനായി എല്ലാവർക്കും എളുപ്പത്തിൽ പ്രാപ്യമായ ഒരു കുറിപ്പടി അവിടുന്ന് നൽകി. ആരും കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ സ്വന്തമായി സംഗീതം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്തിപ്പാടാം. ചിന്തിക്കുക, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ദൈവം സംഗീതം ഉപയോഗിച്ചത് എങ്ങനെ? ദാവീദ് ശൗലിനു വേണ്ടി ചെയ്തതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.